സ്നിഫർ ഡോഗുകളുടെ ഡിറ്റക്ഷൻ പ്രകാരം ഇവിടെ എൻക്വയറി നടത്തിയപ്പോൾ ടാക്സി സേട്ടന്റെ മർഡർ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പട്ടേൽ എന്ന ആളെ കുറച്ച് പേര് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു സാർ. ഈ പട്ടേലിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടാവോ സാർ? ഒരു പങ്കും ഉണ്ടാവില്ല. കാരണം ഇത്രയും ബ്രൂട്ടലായ മർഡർ നടത്തിയൊരുത്തനെ സാധാരണ റൗഡികൾക്ക് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ ആസൂത്രകൻ വേറെ ആരുമാണ്. ഇവിടുന്ന് കിട്ടിയ സ്ലിപ്പാണ് സാർ. ഇവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഹൈദരാബാദാണ്. ഇവന്റെ ഇവിടെയുള്ള അക്കൗണ്ടിൽ നിന്നും ഹൈദരാബാദിൽ ആർക്കോ പണം അയച്ചിരിക്കുന്നു. കുറ്റവാളി ഉറപ്പായും ഹൈദരാബാദിൽ തന്നെ ഉണ്ടാകും. ഹലോ, ഇവനൊന്നും 5 പൈസ കൊടുക്കരുത്. കള്ള കൂട്ടങ്ങളെ പറ്റാള്. ഇവിടുന്ന് തെണ്ടിക്കൊണ്ടുവന്ന പൈസയെ ഡെയിലി 10 രൂപ പലിശയ്ക്ക് ബ്ലേഡിന് കൊടുക്കല ഇവരുടെ പ്രധാന പണി. സിറ്റിക്ക് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ വിലക്ക് വാങ്ങി വെക്കുന്ന റിയൽ എസ്റ്റേറ്റ് പരിപാടി വരുന്നുണ്ട്. പിള്ളേരെ കൊണ്ട് തെണ്ടിക്കുന്ന മുമ്പ് ഒരു സൈഡ് ബിസിനസ് ആട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ യുവമാരുടെ കയ്യിൽ നിങ്ങൾ കാശ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ചേച്ചേ, ഇതൊക്കെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. സത്യം എന്താണെന്ന് അറിയാതെ ആരും കുറ്റപ്പെടുത്തരുത്. കൊടുത്തോ വച്ചോ. നിനക്ക് നല്ല പനിയുണ്ടല്ലോ മോനെ, എന്തിനാ ഈ വെയിൽ കൊള്ളുന്ന? പനിയാണെങ്കിലും ധർമ്മം എടുത്തില്ലെങ്കിൽ അയാളെന്നെ അടിച്ചു കൊല്ലും. ഏതവനാ? ആ വാസു. മോന് പനിയാ? നമുക്ക് വെറുതെ പോയാലാ? ചുമയും പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ നിനക്ക് ജീവനുണ്ടല്ലേ ഉണ്ടാവും. എടാ, നീ ചത്താലും ജീവിച്ചാലും നമുക്ക് ഡെയിലി 100 രൂപ കിട്ടിയിരിക്കണം. അല്ലാത്തവനെ വെച്ച് പൊറുപ്പിക്കല. അത് മാത്രല്ല ചേട്ടാ, അവൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും കണ്ണ് കുത്തിയെടുക്കും. ചേട്ടാ, ഇവൻ നല്ല ഡാൻസർ ആയിരുന്നു. പിച്ച എടുക്കാൻ വേണ്ടി ഇവന്റെ കാല് വെട്ടി കളഞ്ഞ അദുഷ്ടൻ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അവന്റെ ആളുകളുണ്ടാവും. ജോലി തരാന്ന് പറഞ്ഞ് പുതിയതായിട്ട് വരുന്ന പിള്ളേരെ അവൻ കൂട്ടിക്കൊണ്ടുപോയി കൈയും കാലും വെട്ടി പിച്ച് എടുപ്പിക്കും. ഒരു പ്രാവശ്യം അവന്റെ കൈപ്പെട്ട പിന്നെ ജീവിതകാലം മുഴുവനും അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ലേ? അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവൻ കൊന്നുകളഞ്ഞ കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പറയുന്നതനുസരിച്ച് പേടിച്ച് ജീവിക്കുകയാണ്. അവനിപ്പോ എവിടെയുണ്ട്? സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.